ബി.ജെ.പിയിലേക്ക് ഇന്ന് പുതുതായിട്ട് എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ ഞങ്ങളോടൊപ്പം ഈ വേദിയിലുണ്ട്. അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സമുന്നത വനിതാ നേതാവാണ്. ഇപ്പോൾ വർക്കല ബ്ലോക്ക് ഡിവിഷൻ, വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷൻ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വർക്കല ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന ചുമതല വഹിച്ചിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. ശ്രീമതി സ്മിത സുന്ദരേശൻ അവരുടെ പിതാവ് സഖാവ് സുന്ദരേശൻ തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സുപരിചിതമായ പേരാണ്. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ആ നിലയിൽ ഏകദേശം 50 വർഷമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തനത്തിലുള്ള കുടുംബാംഗമാണ് സ്മിത സുന്ദരേശൻ. സ്മിത സുന്ദരേശൻ ഇവിടെ ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുകയാണ്. അതിനു മുമ്പായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന സ്ഥാനം അവർ രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ശ്രീമതി സ്മിത സുന്ദരേശൻ ബി.ജെ.പിയുടെ അംഗത്വം എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഭാവി പ്രവർത്തനത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിക്കും. BDJS-ഉം ബി.ജെ.പിയും ഒരുമിച്ച് ചേർന്നാണ് സ്മിത സുന്ദരേശനെ ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിയത്. അതിന് NDA ഘടകകക്ഷികളോടും പ്രത്യേകിച്ച് BDJS-നോടും ബി.ജെ.പിക്ക് നന്ദിയുണ്ട്. ശ്രീമതി സ്മിത സുന്ദരേശന് ബി.ജെ.പിയിൽ അംഗത്വം കൊടുത്ത് സ്വീകരിക്കുന്നതിനായി പാർട്ടിയുടെ ആദ്യം സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഷോളണീച്ച് സ്വീകരിക്കും. തുടർന്ന് സമാരാധ്യനായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവ്ദേക്കർജി ശ്രീമതി സ്മിത സുന്ദരേശനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യും. ആദ്യം ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നമ്മളോട് ശ്രീമതി സ്മിത സുന്ദരേശൻ ആദ്യം സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ. എൻ്റെ വരവിനെക്കുറിച്ച് പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തപ്പെട്ടത് CPM എന്ന പാർട്ടി ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി അതുതന്നെയാണ് എന്നെ ഇതിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി നമ്മുടെ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിൽ ഒരു താല്പര്യം തോന്നിയിട്ടും കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിലുള്ള വികസനത്തിന് മാത്രമേ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. അതുമാത്രവുമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയിലെ സ്വജനപക്ഷപാതം അല്ലെങ്കിൽ വ്യക്തി താല്പര്യം, സ്വാർത്ഥ താല്പര്യം ഒക്കെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരവർക്ക് താല്പര്യമുള്ള വ്യക്തികൾ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അല്ലെങ്കിൽ സംഘടനാ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ചത്. എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് സുരേഷ് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ അച്ഛൻ വർക്കലയിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ CPM-ൻ്റെ ഒരു വലിയ നേതാവായിരുന്നു. ഞാനിപ്പോൾ നിലവിൽ CPM-ൻ്റെ പ്രതിനിധിയായിട്ട് വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷൻ്റെ പ്രതിനിധിയായിരുന്നു. ഞാനിപ്പോൾ അത് രാജിവെച്ചിട്ടുണ്ട്. തുടർന്ന്
നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണ ഞാൻ ഈ ഒരു കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.